നമസ്കാരം. അനവ് വൈബ്സിൻ്റെ പുതിയ ഒരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പതിവ് വീഡിയോകൾക്ക് വൈരുദ്ധ്യമായി ഇന്ന് നമ്മൾ യൂട്യൂബേഴ്സിന് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഇത് ആരും പറഞ്ഞു കേൾക്കാത്ത കുറേ മിസ്റ്റേക്കുകളായതുകൊണ്ടാണ് നമ്മളിവിടെ പറയുന്നത്. ഒരു 5 മിസ്റ്റേക്കുകളാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ ഒരു ബിഗിനർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളൊരു ഗ്രൂവിങ് ചാനലിൻ്റെ ഉടമസ്ഥനായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ എസ്റ്റാബ്ലിഷ്ഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ അതോറിറ്റി ഏതോ ആയിക്കോട്ടെ, പക്ഷേ നിങ്ങൾ ഈ 5 തെറ്റുകൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കൽ പോലും നിങ്ങളുടെ വീഡിയോസിന് റീച്ച് കിട്ടില്ല. അത് നിങ്ങളുടെ വ്യൂസിനെ കുറയ്ക്കും, സബ്സ്ക്രൈബേഴ്സിനെ കുറയ്ക്കും, അതെല്ലാം നിങ്ങൾ റീസൺ ആവും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഞാനൊരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ആളാണ്. ഞാൻ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പഠിക്കാൻ ആഗ്രഹിച്ച ഒരാളാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ കുറേ വീഡിയോസ് സെർച്ച് ചെയ്ത് നോക്കി. എന്നാൽ അവരാരും തന്നെ പറയാത്ത കാര്യങ്ങളാണ്. ഇത് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നും കണ്ടെത്തിയ കുറേ കാര്യങ്ങളാണ്. ഇതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം, അത് തിരുത്തപ്പെടേണ്ടതാണ്. കാരണം തെറ്റായ ഇൻഫർമേഷൻ ഒരിക്കൽ പോലും ആരിലേക്കും പോകാൻ പാടില്ല. അത് വളരെ നിർബന്ധമുള്ള കാര്യമാണ്. എല്ലാവർക്കും ചാനൽ ഗ്രോയാണ്, വീഡിയോ വ്യൂസാണ് കൂടേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും പ്രയത്നിക്കുന്നത്. നമുക്കിവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ കുറേ പ്രവർത്തികൾ നമുക്കറിയാം. യൂട്യൂബ് പ്രവർത്തിക്കുന്നത് യൂട്യൂബ് അൽഗോരിതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമ്മുടെ ചില പ്രവർത്തികൾ യൂട്യൂബ് അൽഗോരിതത്തിനെ, നമ്മുടെ വീഡിയോയിന്മേലുള്ള യൂട്യൂബ് അൽഗോരിതത്തിൻ്റെ ചില തീരുമാനങ്ങളെ തകിടം മറിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ വീഡിയോസിന് വ്യൂസ് കിട്ടാത്തത്. അതായത് നമ്മൾ തിരുവനന്തപുരത്ത് 2 ദിവസം സ്റ്റേ ചെയ്ത് ഒരു കാര്യത്തിന് വേണ്ടി പോകാൻ വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്ത് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തു, അവിടെ റൂം സെറ്റ് ചെയ്തു, എല്ലാം റെഡിയാക്കി. നമ്മൾ ബസ്സിൽ അല്ലെങ്കിൽ ട്രെയിനിൽ പോകാൻ വേണ്ടി കയറി ടിക്കറ്റ് എടുത്ത് ഇരിക്കുമ്പോഴാണ് നമ്മളെടുത്ത് പറയുന്നു, വേണ്ട, നിങ്ങൾ തിരുവനന്തപുരത്ത് പോകണ്ട, നേരെ കാസർഗോട്ടേക്ക് പോയിക്കോളൂ, അവിടെയാണ് നിങ്ങൾക്ക് ആ പണിയുള്ളത്. അങ്ങനെ പറയുമ്പോൾ നമുക്ക് ആകെ കൺഫ്യൂഷൻ ആവും. തിരുവനന്തപുരത്ത് റൂം എടുത്തു, അതെന്ത് ചെയ്യണം, കാസർഗോഡ് ഇനിയിപ്പോൾ എങ്ങനെ റൂം എടുത്ത് സെറ്റാക്കണം, അങ്ങനെ ആകെ കൺഫ്യൂസ്ഡായി നമുക്ക് ആകെ വട്ടാക്കും. ഇങ്ങനെ യൂട്യൂബ് അൽഗോരിതത്തിന്മേൽ നമ്മൾ എപ്പോഴും വീഡിയോ നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടാണ് നമ്മൾ ഇടാറുള്ളത്. അങ്ങനെ ഷെഡ്യൂൾ ചെയ്ത് ഇട്ട വീഡിയോകളിന്മേൽ നമ്മൾ വരുന്ന ചെറിയ ചെറിയ മാറ്റങ്ങളാണ് ഞാൻ പ്രധാനമായിട്ടും ഇവിടെ ഉൾക്കൊള്ളിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം ആ സമയത്ത് നമ്മുടെ യൂട്യൂബ് അൽഗോരിതത്തിന് ആകെ വട്ടായിപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷൻ യൂട്യൂബ് അൽഗോരിതം വരികയും നമ്മുടെ വീഡിയോസിന് റീച്ച് കിട്ടില്ല. എൻ്റെ കുറച്ച് എക്സ്പീരിയൻസ് ഞാൻ കാണിച്ചു തരാം. നല്ല എൻ്റെ ജർമ്മൻ കാഴ്ചകൾ എന്ന വീഡിയോയ്ക്ക് 65 വ്യൂസ് ഉള്ളൂ. എൻ്റെ വ്യൂസ് സാധാരണഗതിയിൽ 400 മുകളിൽ എല്ലാത്തിനും കിട്ടാറുണ്ട്. എൻ്റെ പൂക്കൾ സീരീസിന് ഏറ്റവും നല്ല വ്യൂസ് കിട്ടിയ എല്ലാം പൂക്കൾ സീരീസാണ്. ഞാൻ പുറകാലം കാണിക്കാം. അതിനുശേഷം ഞാൻ പരീക്ഷണാടിസ്ഥാനത്തിൽ മറ്റൊരു വീഡിയോ കൂടി ആ രീതിയിൽ ഇട്ട് നോക്കി. അപ്പോൾ അതെനിക്ക് 37 വ്യൂസേ കിട്ടുള്ളൂ. അതിനിടയ്ക്ക് കിട്ടിയ വീഡിയോസിനും അതിന് ശേഷം ഇട്ട വീഡിയോസിനും എനിക്ക് നല്ല റീച്ചുണ്ട്. കണ്ടില്ല, 682, 446, 1K ഒക്കെ വ്യൂസ് കിട്ടി. അപ്പം ഞാൻ കണ്ട എൻ്റെ പൂക്കൾ സീരീസിന് എനിക്ക് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ഇതിനൊക്കെ നല്ല വ്യൂസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ചിന്തിച്ചു എന്തായിരിക്കാം കാരണം. അപ്പം ഞാൻ നോക്കി നമ്മുടെ എൻ്റെ വീഡിയോ അപ്ലോഡിങ്ങിലാണ് പാളിച്ചകളാണ് എൻ്റെ വീഡിയോസിൻ്റെ വ്യൂസ് കുറയാൻ കാരണമെന്ന് മനസ്സിലാക്കി. കാരണം ഞാൻ ചെയ്ത കുറേ വീഡിയോസ് അൽഗോരിതത്തിനാകെ കൺഫ്യൂസ്ഡ് ആക്കിയിട്ടുണ്ട്, അത് സംശയമൊന്നുമില്ല. കാരണം ഞാൻ അന്ന് ചെയ്ത സമയത്ത് സ്ക്രീൻഷോട്ടോ ഒന്നും എൻ്റെ ഇല്ല, ഇപ്പം കാണിച്ചു തരാം. കാരണം അന്ന് എനിക്ക് ഇങ്ങനൊരു വീഡിയോ ഇടുന്ന ഉദ്ദേശമില്ലായിരുന്നു. ഫസ്റ്റ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, നമ്മളൊരു വീഡിയോ നമ്മുടെ ചാനലിലേക്ക് അപ്ലോഡ് ചെയ്തിട്ട് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഡേറ്റ് ആൻഡ് ടൈം ഉൾപ്പെടെ കിട്ടും. നമ്മൾ എപ്പം വീഡിയോ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്താലും അപ്ലോഡിങ് തീയതി ഡീഫോൾട്ടായിട്ട് വരുന്നത് നമ്മൾ ചെയ്യുന്ന ദിവസത്തിൻ്റെ പിറ്റേ ദിവസമായിരിക്കും. നമ്മൾ ആ ഡേറ്റ് ശ്രദ്ധിക്കാതെ ടൈം മാത്രം ശ്രദ്ധിച്ച് ഓക്കെ ചെയ്താൽ കൊടുക്കും. പിന്നീട് നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് വീഡിയോ അപ്ലോഡ് ആവാത്ത കാരണം നമ്മൾ നോക്കുമ്പോഴാണ് ഈ ടൈം ചേഞ്ച് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഡേറ്റ് കൊടുത്തിരിക്കുന്നത് കറക്റ്റ് അല്ല നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും നമ്മൾ അതിനെ എഡിറ്റ് ചെയ്ത് ആ സമയത്തേക്ക് കൊടുക്കും. ഇങ്ങനെ ഒരു കാരണവശാലും നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് ടൈം ചേഞ്ച് കൊടുക്കരുത്. ആ വീഡിയോസിന് റീച്ച് കിട്ടില്ല. ഇത് കൃത്യമായിട്ട് നിങ്ങൾ ഓർമ്മയിരിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പായി കൃത്യമായിട്ട് ഡേറ്റ് ആൻഡ് ടൈം നിങ്ങൾ ഉറപ്പ് വരുത്തിയിരിക്കണം. ഇല്ല എങ്കിൽ നിങ്ങളുടെ വീഡിയോസിന് വേണ്ട റീച്ച് കിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. നമ്പർ 2 എന്നത്, നിങ്ങളൊരു വീഡിയോ പബ്ലിഷ് ചെയ്യും. ആ പബ്ലിഷ് ചെയ്ത വീഡിയോയ്ക്ക് നല്ല ഓഡിയൻസ് റിട്ടൻഷൻ ഉണ്ട്, നല്ല പെർസെൻറ്റേജ് വ്യൂ ഉണ്ട്, നല്ല ഹൈപ്പിൽ നിൽക്കുകയാണ്. പക്ഷേ യൂട്യൂബ് നിങ്ങളുടെ വീഡിയോസിന് വേണ്ടത്ര പ്രൊമോഷൻ തരുന്നില്ല. അപ്പം നിങ്ങൾ ചിന്തിക്കുന്നു, ഞാനാണെങ്കിൽ പ്രൊമോട്ട് ചെയ്ത സമയം നല്ലതല്ല, അപ്പോൾ അതുകൊണ്ട് അത് റീപബ്ലിഷ് ചെയ്യാം, നല്ല എൻഗേജ്ഡ് ആവുന്ന സമയത്ത് ഒന്ന് റീപബ്ലിഷ് ചെയ്യാമെന്ന് ചിന്തിച്ച് നിങ്ങൾ വീണ്ടും റീപബ്ലിഷ് ചെയ്യുന്നു. നോ, അതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു ഗുണവുമില്ല. അതും ഇത് പറഞ്ഞ പോലെ യൂട്യൂബ് അൽഗോരിതത്തെ കൺഫ്യൂസ്ഡ് ആക്കത്തേ ഉള്ളൂ. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. എൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ആയിരുന്നു ഈ അടപ്രഥമനും ചക്കപ്പഴവും. ഇതിന് എനിക്ക് നല്ല പെർസെൻറ്റേജ് ഓഫ് വ്യൂസ്, ആവറേജ് പെർസെൻറ്റ് ഓഫ് വ്യൂസ് എന്ന് പറഞ്ഞാൽ 250 പുറത്തായിരുന്നു. വ്യൂസ് ചെയ്ത ആൾക്കാരുടെ റേറ്റ് എന്ന് പറഞ്ഞാൽ 85% പുറത്തായിരുന്നു. എന്നിട്ടും എൻ്റെ വ്യൂസ് ഒരു 20 വന്ന് നിൽക്കുകയാണ്. ഒരു 3 ദിവസത്തോളം ഞാൻ വെയിറ്റ് ചെയ്തു, എന്നിട്ടും ഒരു അനക്കമില്ല. ഞാൻ എന്ത് ചെയ്തു, അതൊന്നുകൂടി പോസ് ചെയ്തിട്ട് വീണ്ടും അടുത്ത ഒരു ഡേറ്റിലേക്ക്, അതായത് പീക്ക് ടൈമിലേക്ക്, എനിക്ക് വ്യൂസ് കിട്ടുന്ന ആ പീക്ക് ടൈമിലേക്ക്
ഞാനത് റീപബ്ലിഷ് ചെയ്തു. പക്ഷേ എനിക്കതൊന്നും സംഭവിച്ചതെന്ന് വെച്ചാൽ കണ്ടില്ല, എൻ്റെ വീഡിയോസിൻ്റെ റേറ്റ് ഓഫ് പെർസെൻറ്റേജ് ഓഫ് വ്യൂ കുറഞ്ഞു, 104 കുറഞ്ഞു. വ്യൂസ് ആകെ എനിക്ക് ഇതുവരെ കിട്ടുന്ന 32 വ്യൂസ് മാത്രമാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് യൂട്യൂബ് അൽഗോരിതം കൺഫ്യൂഷൻ ആവത്തുള്ളൂ. ഇത് മുമ്പ് ചെയ്ത വീഡിയോ അല്ലേ, ഇത് വീണ്ടും തന്നേക്കാണല്ലോ, ഇത് എന്ത് ചെയ്യണമെന്നുള്ളത് ആകെ കൺഫ്യൂഷനാവും. നമ്മുടെ വീഡിയോസ് യൂട്യൂബ് അൽഗോരിതം അതിൻ്റെ പെർഫോമൻസ് ബേസ് ചെയ്ത് തന്നെയാണ് അത് പ്രൊമോട്ട് ചെയ്യുക. അതിന് കുറച്ച് അവകാശം എടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ വീഡിയോസ് കണ്ടില്ലേ 13 സെക്കൻഡേ ഉള്ളൂ, അതിൻ്റെ ആവറേജ് വീഡിയോ ഡ്യൂറേഷനും 13 സെക്കൻഡാണ്. എന്നിട്ടും എനിക്കത് പ്രൊമോട്ട് ചെയ്യപ്പെട്ട് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. മൂന്നാമതായി പറയാനുള്ളത് റീ എഡിറ്റ് ചെയ്ത് വീണ്ടും പോസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. ഞാൻ അങ്ങനെ ഒരു വീഡിയോ റീ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്ത് നോക്കിയതായിരുന്നു. ആദ്യം കാണിച്ച 37 വ്യൂസ് ഉള്ള എടാ സുന്ദര എന്നുള്ള വീഡിയോ. പക്ഷേ എനിക്ക് അതിൽ യാതൊരു പ്രൊമോഷനും കിട്ടിയില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. കാരണം യൂട്യൂബിന് ഓൾറെഡി നമ്മുടെ വീഡിയോ സെൻസർ ചെയ്ത് യൂട്യൂബ് അൽഗോരിതം ആ വീഡിയോ സ്റ്റോറേജ് ആക്കി കഴിഞ്ഞു. വീണ്ടും അതേ വീഡിയോ ചെല്ലുമ്പോൾ ഇത് മുമ്പിട്ട വീഡിയോ ആണോ പിന്നിട്ട വീഡിയോ എന്ന് കൺഫ്യൂഷൻ വരികയും അത് പ്രൊമോട്ട് ചെയ്യുന്ന കാര്യത്തിലും യൂട്യൂബിന് കൺഫ്യൂഷൻ വരികയും ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നാലാമതായി പറയാനുള്ളത് കുട്ടികളുടെ വീഡിയോ ആണ്. കുട്ടികളുടെ വീഡിയോ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കണം. നമ്മൾ നിരന്തരമായിട്ട് കുട്ടികളുടെ ഡേഞ്ചറസ് ആയതോ സെക്ഷൽ പരമായതോ അല്ലെങ്കിൽ കുട്ടികളുടെ ഏതെങ്കിലും തരത്തിൽ മോശമായ രീതിയിൽ സ്വാധീനിക്കുന്നതോ അല്ലെങ്കിൽ വയലൻസ് ഉള്ളതോ അല്ലെങ്കിൽ കുട്ടികളുടെ സുരക്ഷയ്ക്ക് ഹാനികരമായ വീഡിയോസോ പ്രാങ്ക്സോ അങ്ങനെ കൊമേഴ്ഷ്യൽ ഇങ്ങനെ കാണിച്ചിരിക്കുന്ന തരത്തിലുള്ള ഏത് തരത്തിലുള്ള വീഡിയോസ് ആയാലും യൂട്യൂബ് ഒരു കാരണവശാലും നമ്മുടെ വീഡിയോസ് പ്രൊമോട്ട് ചെയ്യുകയില്ലെന്ന് മാത്രമല്ല നമ്മൾ അവരെ ബാൻ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലും ആണ്. അഞ്ചാമതായി പറയാനുള്ളത്, നമ്മളൊരു വീഡിയോ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്ത ശേഷം നമുക്ക് തോന്നുകയാണ് ആ എഡിറ്റിംഗ് പോരാ, അല്ലെങ്കിൽ ആ ഒരു എറർ കാണപ്പെട്ടു, അല്ലെങ്കിൽ ഒരു കോപ്പിറൈറ്റ് കാണപ്പെട്ടു, പ്രശ്നമില്ലാത്ത കോപ്പിറൈറ്റ് കാണപ്പെട്ടു. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഉടൻ തന്നെ വ്യൂസൊക്കെ ആയി തുടങ്ങിയ ശേഷം നമ്മൾ പെട്ടെന്ന് തന്നെ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുകയും അത് പിന്നീട് നമ്മൾ അപ്ലോഡ് ചെയ്യുകയും ചെയ്യുന്നു. ഇത് യൂട്യൂബ് അൽഗോരിതത്തിനെ കാര്യമായ രീതിയിൽ ബാധിക്കും. അത് നമ്മുടെ ചാനലിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നല്ല കണ്ടൻറ്റുകൾ കൊടുക്കുക, നല്ല ടൈറ്റിൽസ് കൊടുക്കുക, നല്ല ടാഗുകൾ കൊടുക്കുക. ഈ രീതിയിൽ നമ്മൾ ആ വീഡിയോസിനെ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അല്ലാതെ നമ്മൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് അതിന് പുതിയ വീഡിയോ ഇട്ട് അത് പരിഹരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ചാനലിൻ്റെ പ്രവർത്തനത്തെ കാര്യമായ രീതിയിൽ ബാധിക്കും. നമ്മുടെ റിമൂവിങ് വ്യൂസ്, വാച്ച് ടൈം ബാധിക്കും, എൻഗേജ്മെൻറ്റിനെ ബാധിക്കും, ഫ്രീക്വൻറ്റ് ഡിലീഷനെ എല്ലാത്തിനും ബാധിക്കുന്ന കാര്യമാണ്. അപ്പം നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് കൃത്യമായിട്ട് നമ്മുടെ വീഡിയോ ആയിട്ട് എഡിറ്റ് ചെയ്ത് വെച്ച ശേഷം നമ്മൾ എല്ലാ വസ്തുതകളും ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ യൂട്യൂബിലേക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാവൂ. അതിനുശേഷം നമ്മൾ ഈ പറഞ്ഞ 5 കാര്യങ്ങൾ നമ്മൾ ആവർത്തിക്കാതിരിക്കാൻ വീണ്ടും ശ്രമിക്കുക. ഇതെല്ലാം തന്നെ നമ്മുടെ യൂട്യൂബിൻ്റെ വ്യൂവേഴ്സിനെയും വീഡിയോസിനെയും വളരെയേറെ സാരമായ രീതിയിൽ ബാധിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഞാൻ പറഞ്ഞ വസ്തുതകൾ നിങ്ങൾക്ക് വിലപ്പെട്ടതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോസുമായി വരാൻ എനിക്കത് പ്രചോദനമാകുകയുള്ളൂ. ഇതൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് ചെയ്തത്. നിങ്ങളുടെ റെസ്പോൺസ് അനുസരിച്ച് ഇനി നല്ല വിശാലമായ രീതിയിൽ നമുക്ക് വീഡിയോ ചെയ്യാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.